ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, വാർണിങ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈ മായാവി ട്രേഡിംഗ്, ഓക്കെ, എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളൊരു മായാവി ട്രേഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മായാവി ട്രേഡിങ് രണ്ട് വിധത്തിലുള്ള ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഒന്ന് ബൈനറി ട്രേഡിങ്ങും മറ്റേത് ഫോറക്സ് ട്രേഡിങ്ങും. ബൈനറി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രീ ഫിക്സ് ചെയ്തിട്ടുള്ള ടൈമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ടൈം ഫിക്സ് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റിൽ ഞാനൊരു ട്രേഡ് എടുക്കുന്നു. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത്. അതിനെയാണ് ബൈനറി ട്രേഡിംഗ് എന്ന് പറയുന്നത്. ബൈ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, രണ്ട് അല്ലേ, രണ്ട്, അതിൽ വിന്നോ ഓർ ലോസ്. ഇത് നമുക്ക് നിശ്ചിത ടൈമിൽ നമുക്ക് പ്രീ ഫിക്സ് ചെയ്തിട്ടുള്ള ടൈമിൽ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് എന്ത്, ഫോറക്സ് ട്രേഡിംഗ്. ഫോറക്സ് ട്രേഡിംഗ് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നുള്ളത് നോർമൽ ട്രേഡിംഗ് പോലെ ഫോറക്സ് ട്രേഡിംഗ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബൈനറി ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഓരോ ട്രേഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റ് ചെയ്യുന്നതിനും ഓരോ പ്ലാറ്റ്ഫോമുകൾ ആവശ്യമാണ്, ഓരോ ബ്രോക്കേഴ്സ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ബൈനറി ട്രേഡിംഗ് ചെയ്യുന്ന ബ്രോക്കറാണ് കോട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോട്ടക്സിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ്, നമ്മുടെ അണ്ടറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ അക്കൗണ്ട് എവിടെ, അതിൻ്റെ ലിങ്കൊക്കെ എവിടെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഈ ഗ്രൂപ്പിലുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറിയാലും നിങ്ങൾക്ക് കോട്ടക്സിൻ്റെ ലിങ്കും കാര്യങ്ങളും കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അണ്ടറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊരു ബ്രീഫായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന്, നിലവിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ, കോട്ടക്സിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, പ്രോപ്പറായിട്ട് ഡിലീറ്റ് ചെയ്തിരിക്കണം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ കോട്ടക്സിൻ്റെ റഫറൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു ജിമെയിൽ ഉപയോഗിച്ചിട്ട്. ക്ലിയർ? ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണാം. ഏത് ഐ ഡിയിലേക്കാണ് നിങ്ങൾ നമ്പറും കാര്യങ്ങളൊക്കെ ഐ ഡി നമ്പർ അയക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ കോട്ടക്സിന് ബൈനറി ട്രേഡിംഗ് താല്പര്യമുള്ളവർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ഇത് അങ്ങനെയാണ് വരിക. അത് ട്രേഡിങ്ങിൻ്റെ ഇതൊക്കെ നമ്മൾ ബൈനറി ട്രേഡിംഗ് മാനുവലായിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാനുവലായിട്ടാണ് ബൈനറി ട്രേഡിംഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബൈനറി ട്രേഡിങ്ങിൻ്റെ VIP ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ അണ്ടറിൽ ലിങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾ മാനുവലായിട്ട് ഞാൻ എന്ത് ചെയ്യും, സിഗ്നൽസ് തരും. ഇതിൽ ലോസൊക്കെ ഉണ്ട്. ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യുന്നുണ്ട്. ലോസ് ഇല്ലാതെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ലോസ് ഇല്ലാതെ ഒരു ട്രേഡർ ഉണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും. ലോസ് എന്തായാലും ഉണ്ടാവും. ആ ലോസിന് നമ്മൾ റിക്കവർ ചെയ്ത് എടുക്കും. ട്രേഡ് എടുക്കുമ്പോൾ എന്തായാലും ലോസും പിന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതിനെ റിക്കവർ ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മുടെ 4 സെക്ഷൻ ഉണ്ട്. ആ 4 സെക്ഷനിൽ നമ്മൾ വിന്നായിട്ട് നമ്മൾ ഇറങ്ങുകയുള്ളൂ. ഓക്കെ, കണ്ടോ, 4 സിഗ്നൽ കൊടുത്തു, 1 ലോസ്, 3. ഓക്കെ, അങ്ങനെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് സിഗ്നൽസ് കാര്യങ്ങൾ ഇതൊക്കെ കണ്ടോ, ഓക്കെ, 2 ലോസാണ് വന്നേക്കണേ, കണ്ടോ. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് മാനുവലായിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കോട്ടക്സിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക, ID അയച്ചു തരിക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പോട്ടെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 മിനിറ്റ് ഫ്രീ സിഗ്നൽസ് ആണ് നിങ്ങൾക്ക് തരിക. ഇതിനായിട്ട് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിഗ്നൽസ് കിട്ടും കോട്ടക്സിൻ്റെ. ഓക്കെ, ഒരേ ഒരു കാര്യം, നമ്മുടെ അണ്ടറിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഇനി നമുക്ക് ഫോറക്സ് ട്രേഡിംഗ്. ഇപ്പോൾ കോട്ടക്സിൽ ചെയ്ത പോലെ തന്നെ ഫോറക്സ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോമുകൾ ആവശ്യമാണ്, ബ്രോക്കേഴ്സ് ആവശ്യമാണ്, അല്ല, ട്രേഡ് ചെയ്യാൻ ബ്രോക്കേഴ്സ്. ഇപ്പോൾ ഒരു ഇന്ത്യൻ മാർക്കറ്റാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യണം. എന്തൊക്കെയാണ്, സിറോദയുണ്ട്, മറ്റേ ആലിസ് ബ്ലൂ ഉണ്ട്, ഏഞ്ചൽ വൺ ഉണ്ട്, അല്ലേ, അപ്സ്റ്റോക്ക് ഉണ്ട്, കോട്ടക്കിൻ്റെ ഇതുണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമുകൾ കാണാം. അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് XNS, XM ഗ്ലോബൽ,
വാൻറ്റേജ് ഇങ്ങനെയുള്ള ബ്രോക്കറാണ്. അപ്പോൾ നമ്മൾ 3 ബ്രോക്കറാണ് നമ്മളിപ്പോൾ, ശരിക്കും 5 ഉണ്ട്, അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ടുള്ള 3 ബ്രോക്കറാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ XNSൻ്റെയും അതുപോലെ തന്നെ ഈ XM ഗ്ലോബലിൻ്റെയും ഈ വാൻറ്റേജിൻ്റെയൊക്കെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VIP ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് അൽഗോ കിട്ടുവാനുള്ള എലിജിബിലിറ്റിയൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ പറയാം. ഓക്കെ, നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൽ നേരത്തെ കോട്ടക്സിൽ പറഞ്ഞ പോലെ മാനുവൽ ട്രേഡ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അൽഗോ ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. എന്താണ് അൽഗോ? അൽഗോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റഡ് ട്രേഡിംഗ് എടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ മനുഷ്യനല്ലാതെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, അൽഗോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് എടുക്കുകയാണ്. ട്രേഡ് ക്ലോസ് ചെയ്യും, എല്ലാം A to Z ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അൽഗോ എന്ന് പറയുന്നത്. മനസ്സിലായി? അതിനെയാണ് അൽഗോ എന്ന് പറയുന്നത്. അങ്ങനെ അൽഗോ സോഫ്റ്റ്വെയർ 2 എണ്ണമുണ്ട് നമ്മുടെ അടുത്ത്. ഓക്കെ, 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള അൽഗോ സോഫ്റ്റ്വെയർ ഉണ്ട്. പക്ഷേ അൽഗോ എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇത് ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊരു ഫോറക്സ് ചാർട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫോറക്സ് ചാർട്ട് ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും കാണുക, എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്, അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ ഒരുപാടുണ്ട്. ഇതേപോലെ ചോപ്പി ആയിട്ടുള്ള മാർക്കറ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് വരും നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നമ്മൾ മനുഷ്യന് വരുന്ന സമയത്ത് മനുഷ്യനെക്കാട്ടും ക്ലവറായിട്ട് പെർഫെക്റ്റായിട്ട് നോ ഇമോഷണലായിട്ട് ട്രേഡ് എടുക്കുക. അത് അൽഗോ എന്ന് പറയുമ്പോൾ ഇമോഷണൽ വേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഒരു ഇമോഷനും ഇല്ലാതെ ട്രേഡ് കറക്റ്റ് അതിൻ്റെ സ്ട്രാറ്റജി വെച്ച് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് അൽഗോ. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ മാനുവലായിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അൽഗോ ട്രേഡിംഗ് ഓട്ടോമാറ്റിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇനി നമ്മുടെ അടുത്തുള്ള അൽഗോയുടെ രണ്ട് അൽഗോ ആണുള്ളത്. ഒന്ന് F7 എന്ന് പറഞ്ഞു, ഇതൊക്കെ മായാവിൻ്റെ സ്വന്തമായിട്ടുള്ള അൽഗോയാണിത്. ഒന്ന് F7 എന്ന് പറഞ്ഞിട്ടും രണ്ടാമത് M5 എന്ന് പറഞ്ഞിട്ടും. ഇതിന് മുമ്പ് V3 എന്ന് പറഞ്ഞൊരു അൽഗോ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എല്ലാ അൽഗോയിലും നമ്മൾ ഡെമോയിൽ ടെസ്റ്റ് ചെയ്യും. നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡെമോ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, റിയൽ അക്കൗണ്ടിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, റിയൽ അക്കൗണ്ടിൽ ട്രേഡ് എടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ F7 കംപ്ലീറ്റ് ടെസ്റ്റിങ്ങും കഴിഞ്ഞു, ഇപ്പോൾ പബ്ലിക്കിൽ കൊടുത്തു, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഡെയിലി ബേസിസ് ഞാനും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് F7. M5 ഇപ്പോൾ ഡെമോയിൽ ടെസ്റ്റിംഗ് കഴിഞ്ഞു, ഇനിയിപ്പോൾ റിയൽ അക്കൗണ്ടിൽ ടെസ്റ്റിംഗ് നടത്തുന്നു, സെൻഡ് അക്കൗണ്ടിൽ ടെസ്റ്റിംഗ് നടത്തുന്നു, എല്ലാ അക്കൗണ്ടിലും ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ അൽഗോ ഉപയോഗിക്കണമെങ്കിൽ PCയോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ നിർബന്ധമാണ്. MT5ലാണ് നമ്മൾ വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള PCയോ ലാപ്ടോപ്പോ ആവശ്യമാണ്. MT5ലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലുണ്ട്. ദെൻ ഹൗ ടു ഗെറ്റ് ഓട്ടോമാറ്റഡ് അൽഗോ അല്ലേ? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ F7ഉം M5ഉം അൽഗോ ഉണ്ടെന്നറിയാം. അത് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ. നമുക്ക് 2 ടെലിഗ്രാം ഉണ്ട്. ഒന്ന് മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ മായാവി FX എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ഈ 2 ടെലിഗ്രാം ഗ്രൂപ്പും പബ്ലിക്കാണ്. പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നീട് മെസ്സേജിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതാണ് മായാവി FX എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പ്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് F7 അൽഗോ. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. XNSൻ്റെ അക്കൗണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ XMൻ്റെ അക്കൗണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടോ, ഓരോരുത്തർ എടുത്തേക്കണ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഒരുപാട് പേര് പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്, എന്നും എടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇതാക്കിയാൽ മതി. കണ്ടോ പ്രോഫിറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 11,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഡെയിലി നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം ഇതിൽ നിങ്ങൾ പിന്നീട് ഇവിടെ ഒരു പിന്നീട് മെസ്സേജ് പോവുക.
ഓക്കെ, ജസ്റ്റ് പിന്നീട് മെസ്സേജ് പോയി കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഒരുപാട് മെസ്സേജുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങൾ എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇത് അൽഗോ F7 കണ്ടോ, എല്ലാ ഗ്രൂപ്പുകളിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇത് അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൽഗോ. ഒരു മിനിറ്റ്. ഹായ് ഫ്രാൻസ്, അവിടെയല്ല. ഹായ് ഫ്രാൻസ്. ഓക്കെ, ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നതാണ്. നമ്മുടെ ഒരു മിനിറ്റ്. ഫോർവേഡ് ഫ്രം മൈ ആക്സസ്. ഹായ് ഫ്രാൻസ്, എല്ലാം ഹായ് ഫ്രണ്ട്സാണ്. ഇതാ നമ്മുടെ പ്രോഫിറ്റുകളൊക്കെ നിങ്ങൾ കണ്ടോട്ടോ. ടെസ്റ്റിങ് ഉണ്ടോ, M5 ടെസ്റ്റിങ് റിയൽ സെൻഡ് അക്കൗണ്ടിൽ കണ്ടോ, ഇതൊക്കെ കണ്ടോ ടെസ്റ്റിംഗ് നടക്കുന്നതിൻ്റെ ഇത്. പിന്നെയും എടുത്ത് പ്രോഫിറ്റായി കണ്ടോ. ഓക്കെ, F7 അഗെയിൻ ബുക്ക്ഡ്. കണ്ടോ, F7 ബുക്ക് ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ. അഗെയിൻ ബുക്ക്ഡ്, F7 അഗെയിൻ പ്രോഫിറ്റ് ബുക്ക്ഡ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ, ഓരോ മെമ്പേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആൻസർ കൊടുക്കും. അത് പബ്ലിക്കിന്, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് അത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടും. മനസ്സിലാവുന്നുണ്ടോ. ഹായ് ബ്രോ. ഉണ്ടോ, ഓരോരോ വോയിസും കാര്യങ്ങളും ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്. ഉണ്ടോ, ഇതൊക്കെ മായ ട്രേഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഇതാണ്. കംപ്ലീറ്റ് എന്താണ്, ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ. അതുപോലെ F7 അൽഗോ 5 മിനിറ്റിലെ ട്രേഡാണ്. കൂടുതൽ ട്രേഡൊന്നും എടുക്കേണ്ടി വന്നില്ല. ഒറ്റ സിംഗിൾ ട്രേഡ്, 3 സിംഗിൾ ട്രേഡ്, 3 പ്രോഫിറ്റ്. കണ്ടോ, F7 അൽഗോൻ്റെ ഫീഡ്ബാക്കുകളാണ്. ഒറ്റ 3 സിംഗിൾ ട്രേഡിൽ അവരെടുത്തു, അവർക്ക് പ്രോഫിറ്റ് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ. അങ്ങനെ ഓരോരോ ഇത് എൻ്റെ എല്ലാത്തിലും ഈ ഹായ് ഫ്രണ്ട്സ് കാരണം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇതാണ് കേട്ടോ. ഇതിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വീഡിയോസും കാര്യങ്ങളുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഒരുപാട് പേരുടെ ഫീഡ്ബാക്കുകളുണ്ട്. സാറേ സംഭവം സൂപ്പറാണ്. ഞാൻ സാറിന് മെസ്സേജ് സ്ക്രീൻഷോട്ടൊന്നും വിടാതിരുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വിടാറുണ്ടായിരുന്ന ആളാണ്. ഞാനിത് പുതിയൊരു ഇതിന് വിടാതിരുന്ന കാരണം വെച്ചാൽ ഒരാഴ്ച എങ്ങനെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ക്യാഷ് വിഡ്രോ ചെയ്യുമല്ലോ, ആ മൊമെൻറ്റിൽ സാറിനെ വിളിക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. ഞാൻ ഇന്നാണ് ക്യാഷ് വിഡ്രോ ചെയ്തത്. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് സാറിന് വിട്ടുതരാം. അപ്പോൾ എനിക്ക് കണ്ടോ, ഒരുപാട് പേരുടെ ഇതുണ്ട്. നമുക്ക് ഞാൻ വളരെ കുറച്ച് ഫീഡ്ബാക്കുകളെ ഇടുന്നുള്ളൂ. നമുക്ക് അതിനുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതും പണിയാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്കും കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ആദ്യം കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്ത് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, XNSൻ്റെ അക്കൗണ്ട് ഉണ്ട്, XMൻ്റെ അക്കൗണ്ട് ഉണ്ട്, വാൻറ്റേജിൻ്റെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, നോ പ്രോബ്ലം. നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ പാർട്ട്ണർ ഐ ഡി ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ IB ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് അണ്ടർ അവർ ലിങ്ക്, XNSനോ XMലോ അഡ്വാൻറ്റേജിലോ ഈ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടെലിഗ്രാം ഗ്രൂപ്പിൽ. ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ ബ്രോക്കറിൻ്റെ പേര്, ഇപ്പോൾ XNS ആണെങ്കിൽ XNS, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക, ID നമ്പർ ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് വെരിഫൈ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് വെരിഫൈ എന്നോ അല്ലെങ്കിൽ മായാവി അഡ്മിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് അയയ്ക്കുക. ഓക്കെ, അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഡീറ്റെയിൽസ് മുഴുവനും അവിടുന്ന് എന്താ പറയുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നിങ്ങളുടെ ID ചെക്ക് ചെയ്യും, നമ്മൾ അണ്ടറിലാണോ ജോയിൻ ചെയ്തതെന്ന് നോക്കും, എല്ലാ ഇതും കൂടെ നോക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വെയിറ്റ് ഫോർ മൈ റിപ്ലൈ. ഇവിടെയാണ് വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഒരു ദിവസം ഏകദേശം 300 to 400 മെസ്സേജാണ് ഒരു ദിവസം എനിക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ.
300 to 400. അപ്പോൾ ഇതൊക്കെ വായിച്ച് ഫസ്റ്റ് അയച്ചവർക്ക് ഫസ്റ്റ് അയക്കുന്ന ആളെ ഫസ്റ്റ് നോക്കുന്ന പോലെ അതേപോലെ ഓരോരുത്തർ ഇങ്ങനെ ഞാൻ നോക്കി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഡിലേ നിങ്ങൾ പ്ലീസ് നിങ്ങളത് ഉൾക്കൊണ്ടേ മതിയാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മുഷിപ്പ് വരരുത്. റിപ്ലൈ അയച്ചു, ഇതുവരെ എനിക്ക് മെസ്സേജിൻ്റെ ഞാനൊരു മെസ്സേജ് അയച്ചു, ഇതുവരെ എനിക്ക് റിപ്ലൈ വന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്ക് വരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വർക്കുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്സിൻ്റെ സിഗ്നൽസ് കൊടുക്കണം. 2 ഫോറക്സിൻ്റെ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ M5ലും F7ലും ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരണം. അങ്ങനെയുള്ള ഒരുപാട് വർക്ക്. പിന്നെ എന്താ പറയുക, ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. അങ്ങനെ അതുപോലെ എന്താ പറയുക, ഫാമിലീൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം കൂടി ഒരു അവിയൽ പരുവത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് സമയമെടുക്കും. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാം ശരിയാക്കാം. റിപ്ലൈ ഒക്കെ പെട്ടെന്ന് വരുന്ന വിധത്തിലൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ നമ്മുടെ കയ്യൊപ്പോടു കൂടി എല്ലാം ചെയ്യണം എന്നുള്ളതാണ് എനിക്കൊരാഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വെയിറ്റ് ചെയ്യൂ. ഒരാളോട് പോലും എനിക്കൊരു ഇതില്ല. ഓക്കെ, കുറച്ച് പേര് മെസ്സേജ് അയക്കും, വൈ ബ്രോ ഞാൻ മെസ്സേജ് അയച്ചല്ലോ, ഇതുവരെയായിട്ട് എനിക്ക് റിപ്ലൈ വന്നില്ല, എന്താണ് നിങ്ങൾക്ക് എന്താ പറയുക, ദേഷ്യമാണോ? അങ്ങനെയൊന്നല്ല. ഇതാണ് എൻ്റെ അവസ്ഥ. ആ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. 2 ദിവസം കഴിഞ്ഞാലും ഒരു ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും. നിങ്ങൾക്ക് 100% എൻ്റെ ഭാഗത്തു നിന്ന് റിപ്ലൈ കിട്ടും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഹായ് എന്ന് മാത്രം അയച്ച് നിങ്ങൾ മെസ്സേജ് അയക്കാതിരിക്കുക. ഓക്കെ, ഹായ് എന്ന് അയച്ചാൽ ഞാൻ കാണുന്ന സമയത്ത് ഹായ് എന്ന് മാത്രം കാണും, ഞാനും ഹായ് എന്ന് അയക്കും. അത് കഴിഞ്ഞ് അടുത്ത മെസ്സേജ് നിങ്ങളുടെ കാണുന്നത് ഞാൻ ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ വരുമ്പോൾ അടുത്ത് നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് എന്നോട് അയക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് വോയിസ് മെസ്സേജ് അയച്ചോ. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് എന്താ പറയുക, വീട്ടമ്മമാരും അതുപോലെ തന്നെ റിട്ടയർഡ് ആൾക്കാരുകളും ഇപ്പോൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ഫാമിലിയാണ്. കോളേജ് സ്റ്റുഡൻസുകളുണ്ട്, എല്ലാവരും കൂടിയിട്ട് ഒരു എന്താ പറയുക, ഒരു മിക്സ് ആയിട്ടുള്ളൊരു വലിയൊരു ഫാമിലിയാണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടെ ഞാൻ പിന്നെയും പറയുന്നു, വെയിറ്റ് ഫോർ മൈ റിപ്ലൈ. താങ്ക് യു.